വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് വാട്ടർ ബോൺ ഡിസീസസിന്റെ ഒരു 4-5 പേര് പഠിച്ചു വെക്കാം. ഏറെയായിട്ട് തുടങ്ങാം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോൺ ഡിസീസസ് ആണ്. അതിനെ കാരണമാക്കുന്ന ഇതും ഏതൊക്കെയാണ് വൈറസ്, ഏതാ ബാക്ടീരിയ എന്നുള്ളത്. പണ്ട് ബയോളജി പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലതൊക്കെ ഓർമ്മ ഉണ്ടാവും, ചിലതിൻ്റെ പേരൊക്കെ കേൾക്കുമ്പം ചെറിയായിട്ടൊരു ഓർമ്മയൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഐറ്റംസ്, നെയിം ഓഫ് ഓർഗാനിസം, പിന്നെ അത് പരത്തുന്ന ഡിസീസ്, പിന്നെ ഇതിന് കാരണമായ ഇതിൻ്റെ സോഴ്സ്. ഈ 3 ഹെഡിങ് ആയിട്ട് നമുക്ക് നോക്കാം. എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഹ്യൂമൻ ആൻഡ് സോഴ്സസിന് വലിയ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാരുടെയും ആൻഡ് ആനിമൽ പീസസാണ്. അത് ജീർണിച്ച സാധനങ്ങളും അല്ലെ അതിൻ്റെ മറ്റേ നമ്മളെ എന്താ പറയുക, നമ്മളെ വേസ്റ്റ് ഉണ്ടല്ലോ, അതിനെയൊക്കെയാണ് മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ മെയിൻ സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഫീസിസ് എന്ന് പറയില്ലേ, അതിന് പറയുന്നത്. ഇപ്പം മരിച്ചുപോയതാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ വിസർജ്യ വസ്തു എന്നൊക്കെ പറയും, അതൊക്കെ തന്നെ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം നെയിം ഓഫ് ഓർഗാനിസത്തിൻ്റെ അകത്ത് ബാക്ടീരിയകൾ നോക്കാം. എന്തൊക്കെയാണ് ബാക്ടീരിയാസ് ഉള്ളതെന്നല്ല, വെള്ളത്തിൻ്റെ അകത്ത് വരുന്ന ബാക്ടീരിയാസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നുള്ളത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും, സാൽമോണല്ല ടൈഫൈ എന്ന് പറഞ്ഞിട്ട് സാധനം കേട്ടിട്ടുണ്ടാവും. ബയോളജി പഠിച്ച ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും, സാൽമോണല്ല ടൈഫൈ എന്ന് പറയും. ഈ പേര് തന്നെയുണ്ട്, ഇത് പരത്തുന്ന മെയിൻ ആയിട്ടുള്ള അസുഖം ഈ ടൈഫൈഡിന്റെ അകത്തുള്ള സാധനം തന്നെയാണ്. കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ടൈഫോയിഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ടൈഫോയിഡ് വെച്ചിട്ടുള്ള ഫീവറാണ് ഈ ഒരു ഇതിന്റെ കാരണമാകുന്നത്, ഡിസീസ് ആയിട്ട് വരുന്നത്. അതിന്റെ മെയിൻ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹ്യൂമൻ ആൻഡ് ആനിമൽ ഫീസസ് ആണ്. രണ്ടാമത് ഇത് പഠിച്ചാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്ന അടുത്തൊരു സാധനമാണ് ഈ സാൽമോണല്ല തന്നെയാണ്. സാൽമോണല്ല തന്നെ എന്താ പറയുക, പാരാടൈഫൈ എന്ന് പറയും. സ്വാഭാവികമായിട്ട് അത് പരത്തുന്ന ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാടൈഫോയിഡ് ഫീവർ ആയിരിക്കും. പാരാടൈഫോയിഡ് ഫീവർ ആയിരിക്കും. അപ്പം ഇത് രണ്ടും നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഒരു എക്സ്ട്രാ ഒരു വാക്കുണ്ടെന്നേ ഉള്ളൂ, ഒരു പാര എന്നുള്ള ഒരു വാക്ക് എക്സ്ട്രാ വന്നേ ഉള്ളൂ. അപ്പൊ അത് പരത്തുന്ന ഡിസീസ് എന്ന് വെച്ചാൽ പാരാടൈഫോയിഡ് ഫീവർ ആയിരിക്കും. ഓക്കെ, അപ്പൊ സാൽമോണല്ല ടൈഫയും സാൽമോണല്ല പാരാടൈഫൈ രണ്ട് സാധനങ്ങളുടെ പേര് നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടി. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മൂന്നാമത്തത് പിന്നെയും കുറെ സാൽമോണല്ല ഉണ്ട്, അതുകൊണ്ട് അതർ സാൽമോണല്ല എഴുതാം. അപ്പൊ മൂന്നാമത്തെ സാധനവും പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. ആ പഠിക്കാനുള്ള ഒരു ഓർഡറിലാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക്. അല്ലാണ്ട് ഇത് നമ്മൾ പലതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം നമ്മളെ കയ്യിൽ നിൽക്കണമെന്നില്ല, ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓർഡറിൽ പറഞ്ഞത്. നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ള സാൽമോണല്ല ടൈഫൈ വെച്ചിട്ട് പഠിക്കുക, അത് ടൈഫോയിഡ് ഉണ്ടാക്കും. സാൽമോണല്ല പാരാടൈഫൈ വെക്കുക, അത് വെക്കുന്ന പാരാടൈഫോയിഡ് ഫീവർ. എന്താ പറ്റി, ആരെങ്കിലും എന്തായാലും പറയാൻ നോക്കണ്ട. അബിൻ ജോഷി എന്താ പറ്റി?
ആ ഏതായാലും ബാക്കിയുള്ള സാധനങ്ങൾ പരത്തുന്ന അസുഖങ്ങൾ, അതർ സാൽമോണെല്ലാസ് പരത്തുന്ന അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാ സാൽമോണെല്ലോസിസ് കഴിഞ്ഞു. സോ ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഓർഡറിൽ പറഞ്ഞത് സാൽമോണല്ല ടൈഫൈഡ് എന്ന് വെച്ചാൽ ടൈഫോയിഡ്, സാൽമോണല്ല പാരാടൈഫൈമം പാരാടൈഫോയിഡ് ഫീവർ, പിന്നെ അതർ സാൽമോണല്ല വരുത്തുന്നത് ഈ പേരിൽ തന്നെ ഉണ്ട്. എല്ലാത്തിൻ്റെയും അസുഖം ഈ പേരിൽ തന്നെ ഉണ്ട്, സാൽമോണെല്ലോസിസ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ വരുത്തുന്നത് ആരന്നെയാണ്? എല്ലാത്തിൻ്റെ അകത്ത് നമുക്ക് ഇത് മാത്രം ഇട്ടുകൊടുത്താൽ. അപ്പോൾ സാൽമോണല്ല വെച്ചിട്ടുള്ള പേരുകൾ കഴിഞ്ഞു. 3 പേരുകളാണ് സാൽമോണല്ല എന്ന് പറഞ്ഞ ബാക്ടീരിയാസ് വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഈ തരത്തിലുള്ള ഡിസീസസ് ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു നെക്സ്റ്റ് വാക്ക് പറഞ്ഞുതരാം. അതാണ് വിബ്രിയോ കോളറൈ എന്ന് പറയുന്നത്. വിബ്രിയോ കോളറൈ അത് പരത്തുന്ന അസുഖം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കോളറ തന്നെ ആയിരിക്കുമല്ലോ, കാരണം ആ പേര് തന്നെ ഉണ്ടല്ലോ. ആ പരത്തുന്ന അസുഖം എന്ന് വെച്ചാൽ കോളറ തന്നെയാണ്. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐറ്റംസ് തന്നെ, ഹ്യൂമൺ, ആനിമൽ, സ്പീസീസ്. ഓക്കെ, അപ്പൊ നമ്മൾ കോളറ പരത്തുന്ന സാധനത്തിനെയും കൂടി പഠിച്ചു വെച്ചു. അപ്പൊ അതിന്റെ ബാക്ടീരിയന്റെ പേരാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് നിങ്ങളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കോഴിക്കോടൊക്കെ കണ്ടുവന്ന ആ ഒരു ബാക്ടീരിയ പേര് ഓർമ്മയുണ്ടാവുമായിരിക്കും, ഷിഗല്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. നമ്മൾ കോഴിക്കോടും ഇപ്പൊ തലശ്ശേരി ഏതോ ഹോട്ടലിലൊക്കെ കണ്ടു എന്നൊക്കെ പറയണ്ടേ. അപ്പൊ നമുക്ക് അടുത്ത ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് ഷിഗല്ലേനെ പഠിക്കാം. സോ ഷിഗല്ല എന്ന് പറയുന്നത് പരത്തുന്നത് എന്താന്ന്, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ പ്രശ്നമാക്കുന്നത്. നമ്മൾ വയറിളക്കം പോലത്തെ സാധനങ്ങൾ വരുന്നതല്ലേ അല്ലേ? ആ സാധനത്തിന്റെ പേരാണ് ബേസിലറി ഡിസെൻട്രി എന്ന് പറയും. ഈ ഒരു സാധനം പഠിച്ചു വെക്കാൻ നോക്കുക, കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരുടെയും അറിഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ഷിഗല്ല എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുറെ കോഴിക്കോടൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമായതല്ല. പിന്നെ തലശ്ശേരി നമ്മളെ ഏതൊരു ഹോട്ടലിലൊക്കെ എന്ത് പറയണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളത്തിന്റെ അകത്ത് അടങ്ങിയ ഒരു ബാക്ടീരിയ ആയിരുന്നു ഷിഗല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ മെയിനായിട്ട് പരത്തുന്ന അസുഖം എന്ന് വെച്ചാൽ ബേസിലറി ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. നമുക്ക് വയറിളക്കം പോലെ തന്നെ, അപ്പൊ നിൽക്കാണ്ട് പോകുന്ന പരിപാടിയാണ്. സോ അതാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആറാമത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് കേട്ടിട്ടുണ്ടാവും. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് പേര് തന്നെ ഉണ്ടാവും. എല്ലാ ബാക്ടീരിയാസിന്റെയും ഒന്നിക്കൽ സ്റ്റാർട്ടിങ് പേരിലല്ലേ എൻഡിങ് പേരിലായിരിക്കും അതിന്റെ മേജർ ആയിട്ടുള്ള അത് പരത്തുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. സോ ഇത് നമുക്കറിയാലോ, ഈ ഒരു പേര് കേട്ടാൽ തന്നെ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അത് പരത്തുന്ന അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബർക്കുലോസിസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഓരോ ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പല പല ഓർഡറിലായിരിക്കും ഉണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സാൽമോണല്ലന്റെ 3 ടൈപ്പുകൾ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് കോളറ വരുത്തുന്നത് പറഞ്ഞു, പിന്നെ നമ്മളെ ഷിഗല്ല ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയുന്നൊരു ബാക്ടീരിയ ആയിരുന്നു ഷിഗല്ല. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് പറഞ്ഞു. അതായത് ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ അസുഖം പറ്റുന്നത്. അപ്പൊ ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഹ്യൂമൺ അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു 6 എണ്ണം കിട്ടിയല്ലോ, 6 പോയിന്റ് ബാക്ടീരിയാസ് കിട്ടിയല്ലോ. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് 7ാമത്തത് നമുക്കൊരു സ്റ്റെപ്പിനി വെച്ചിട്ട് പോകുന്നത് അതർ മൈക്രോ ഓർഗാനിസംസ് എന്നിട്ട്
അതർ മൈക്രോ ഓർഗാനിസംസ് വരുത്തുന്നതെന്ന് വെച്ചാൽ പ്രൈമറി ഇൽനെസ് ആണ്. സാധാരണ രീതിയിൽ കാണപ്പെടുന്ന അസുഖങ്ങൾ, നമുക്കൊരു വയ്യായികയൊക്കെ തോന്നുന്ന പരിപാടി. ഓക്കെ, ഇതിൻ്റെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാരണം മാത്രം ഒന്ന് നോക്കി വെക്കുക. വെള്ളത്തിൽ തന്നെ കാണപ്പെടുന്ന ചില മൈക്രോ ഓർഗാനിസംസ് ആണ്, അത് ഇൻബോൺ ആയിട്ട് വരുന്നത് വെള്ളത്തിൽ തന്നെ. അതർ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അസുഖം പരത്തുന്ന ഒരാളല്ല അത്. പകരം അതർ മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഇട്ടെടുത്ത് അത് പരത്തുന്നത് പ്രൈമറി ഇൽനെസ് എന്ന് വെച്ചാൽ നമുക്കുള്ള വയ്യായിക. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞിട്ട് നമുക്ക് ബാക്ടീരിയനെ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇത്രയാണ് ബാക്ടീരിയാസ് പരത്തുന്ന അസുഖങ്ങൾ. സോ ഈ ഓർഡർ തന്നെ പഠിക്കുക. സാൽമണല്ല ടൈഫോയിഡ്, സാൽമണല്ല പാരാടൈഫോയിഡ് എന്ന് വെച്ചാൽ പാരാടൈഫോയിഡ് ഫീവർ. അതർ സാൽമണല്ല എന്ന് പറയുന്നത് സാൽമണല്ലോസിസ് എന്ന് പറഞ്ഞ സാധനം പരത്തും. വിബ്രിയോ കോളറ പരത്തുന്ന സാധനം. ആൻഡ് ഷിഗല്ല, നമ്മളെ ബേസിലറി ഡിസെൻട്രി എന്ന് പറഞ്ഞ അസുഖം. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ട്യൂബർക്കുലോസിസ് പരത്തുന്നത്. ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ, അതായത് അതർ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ സോയിലും വാട്ടറിലും ഓൾറെഡി അടങ്ങിയിട്ടുള്ളത്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അത് എന്തായാലും ഉണ്ടാവും. അത്തരത്തിലുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ വാട്ടറിനകത്തോ അത് ഓൾറെഡി സിറ്റുവേറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ രീതിയിൽ വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ പ്രൈമറി ഇൽനെസ് എന്ന് വരുത്തുന്നത്. ഓക്കെ, അപ്പം ബാക്ടീരിയ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. ബാക്ടീരിയ കഴിഞ്ഞാൽ നമുക്ക് പറയാം വൈറസ്. ആ ഓർഡറിലാണല്ലോ ഉണ്ടാവില്ല. അപ്പോൾ ബാക്ടീരിയ കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാണ് വൈറസ്. മെയിനായിട്ട് വെള്ളത്തിൻ്റെ അകത്ത് വരുന്നത് ബാക്ടീരിയാസ് തന്നെയാണ് കേട്ടോ. ബാക്ടീരിയാസ് കാരണമുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വെള്ളത്തിനകത്ത് ഉണ്ടാകുന്നത്. സോ നമുക്കൊന്ന് റോട്ടാ വൈറസ് എന്ന് പറയും. റോട്ടാ വൈറസ് വരുന്നത് നമുക്ക് വരുന്ന നമ്മളെ വയറ്റിന്റെ ഗ്യാസ്ട്രോ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഗ്യാസ്ട്രോ എൻറ്ററിറ്റിസ് എന്ന് പറയും. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. ഓക്കെ, അത് വരുത്തുന്ന ആള് സെയിം തന്നെ, നമ്മളെ ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസ് തന്നെ. എല്ലാത്തിൻ്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യന്മാരല്ലേ മൃഗങ്ങളുടെ ഈ വിസർജനത്തിൻ്റെ അകത്ത് തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, അപ്പൊ റോട്ടാ വൈറസ്. പിന്നെ ഇത് വെച്ചിട്ട് തന്നെ പഠിക്കാനുള്ള അടുത്ത ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ സാധനം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അറിയാം എന്തായിരിക്കും പരത്തത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം തന്നെ. ഓക്കെ, പ്രത്യേകിച്ച് വേറെ ഒന്നും പറ്റാനില്ല, എല്ലാത്തിൻ്റെ പേര് തന്നെ ഉണ്ടാവും പറഞ്ഞു. പിന്നെ റോട്ടാ വൈറസ് മാത്രമേ നമുക്ക് അറിയാത്തേ ഉണ്ടാവുള്ളൂ. സോ റോട്ടാ വൈറസ് അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നത്. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ് അത് പരത്തുന്നത്. ഈ അസുഖത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാ അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കവും ഛർദി, പനി ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള അസുഖങ്ങൾ വരിക, നിർത്താതെ വയറ്റുന്ന പോക്കൊക്കെ. ഓക്കെ, വൈറസ് കഴിഞ്ഞാൽ പിന്നെയുള്ള സാധനമാണ് പ്രോട്ടോസോവ എന്ന് പറഞ്ഞത്. അടുത്ത ഹെഡിങ് വരുന്നതാണ് പ്രോട്ടോസോവ. അതിൽ വരുന്ന ഒരു പ്രോട്ടോസോവയാണ് ക്രിപ്റ്റോ പോഡിയം എന്ന് പറയുന്നത്. ക്രിപ്റ്റോ പോണ്ടിയം. ഓക്കെ, പരത്തുന്ന അസുഖം എന്ന് വെച്ചാൽ ഇതന്നെ, ക്രിപ്റ്റോ സ്പോഡിയോസിസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന ആളാണ്, നമ്മളുടെ ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസ്. അപ്പൊ ഈ ഒരു വാക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസ് എന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് എപ്പോഴും മൈൻഡിൽ കരുതുക. അത് നമ്മളെ വാട്ടർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്.
ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്ന സാധനം എപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ലാസ്റ്റുള്ള സാധനമാണ് പ്രോട്ടോസോവ കഴിഞ്ഞാൽ ആൽഗെ എന്ന് പറയുന്നത്. ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഐറ്റം തന്നെ, നമ്മളെ ഈ പൂപ്പൽ പോലത്തെ സാധനങ്ങളൊക്കെ പരത്തുന്ന അസുഖം എന്ന് വെച്ചാൽ നേരത്തെ നമ്മളെ റോട്ടാ വൈറസ് പരത്തിയ അതേ അസുഖം തന്നെ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ആൽഗയാണ് ലാസ്റ്റ് ഉള്ളത്. പിന്നെ ഈ ആൽഗ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂപ്പൽ പോലത്തെ ഐറ്റാണ്. അതെന്തായാലും മനുഷ്യന്മാരുടെ ഫീറ്റസിനകത്ത് വരുന്നതല്ലല്ലോ, അത് നാച്ചുറലി വരുന്നതാണ്. നാച്ചുറൽ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ അടങ്ങിയിരിക്കുന്ന, അതായത് അധികം ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സാധനമാണ് ഈ ആൽഗെ എന്ന് പറയുന്നത്. നമ്മളെ പൂപ്പലൊക്കെ പോലെ, പായലും പൂപ്പലൊക്കെ ഉണ്ടല്ലോ, ആ മോഡലിലുള്ള ഐറ്റം. ഇത്രയാണ് നമ്മളുടെ ഏതിൽ വരുന്നത്, വാട്ടർ ബോൺ ഡിസീസിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ ഈ കാണിച്ച ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അതിലെല്ലാത്തിൻ്റെയും മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് ആനിമൽ ഫീഷസ് തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങൾ മാത്രം, ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഈ അറിയാത്ത സമയത്ത്, ഒന്നും എഴുതാനില്ലാത്ത സമയത്ത് എഴുതുന്നൊരു ആൻസർ പോലെ എഴുതാൻ പറ്റുന്നതാണ് അതർ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അത് പരത്തുന്നത് പ്രൈമറി ഇൽനെസ് ആണ്. സാധാരണ രീതിയിൽ മനുഷ്യന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് വരുന്നത് നാച്ചുറലായിട്ട് സോയിലിലും വാട്ടറിൻ്റെ അകത്തും അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ. ഇതാണ് ഒന്ന് മെയിനായിട്ട് ഓർത്ത് വെക്കാനുള്ളത്. പിന്നെയുള്ളത് റോട്ടാ വൈറസ്, കാരണം അതിൻ്റെ പേര് നമുക്ക് കിട്ടാൻ കുറച്ച് പണിയാണ്, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറയുന്നത്. സോ റോട്ടാ വൈറസിനെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക ഓർക്കുന്ന സമയത്ത്, ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ, അത് പ്രശ്നമില്ല, ഹെപ്പറ്റൈറ്റിസ് പരത്തുന്ന അസുഖം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ക്രിപ്റ്റോസ്പോഡിയം എന്ന് പറഞ്ഞ പ്രോട്ടോസോവ, അത് വേറെ തന്നെ ഒരു സെക്ഷനാണ്. പ്രോട്ടോസോവ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു സെക്ഷനാണ്. പരത്തുന്ന ആള് സെയിം തന്നെ, മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും സ്പീഷീസ് തന്നെ. അപ്പോൾ ക്രിപ്റ്റോസ്പോഡിയം പഠിക്കുക. ക്രിപ്റ്റോസോഡിയോസിസ് എന്ന് പറഞ്ഞ സാധനമാണ് പരത്തുന്നത്. ലാസ്റ്റ് ആൽഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് ആണ് പരത്തുന്നത്. ഇത്രയും സാധനങ്ങളാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോ, കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ എപ്പോഴും പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ മെയിനായിട്ട് വരുന്ന വാട്ടർ ബോൺ ഡിസീസസ് വരുന്നത്. ഓരോന്നിൻ്റെയും കാരണക്കാരായ ബാക്ടീരിയാസ് ആയാലും വൈറസിനെ ആയാലും പ്രോട്ടോസോവ ആയാലും പ്രത്യേകം എടുത്ത് പഠിക്കാൻ നോക്കുക. നമുക്ക് മെല്ലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞത്, നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും എത്ര വരെ പോകുന്നുള്ളത് നോക്കാം. ഇതും കൂടിയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം എന്തൊക്കെ ഫിസിക്കലായിട്ട് എന്തൊക്കെ സാധനങ്ങൾ, കെമിക്കലായിട്ട് എന്തൊക്കെ സാധനങ്ങൾ, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, ഈ സാധനങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒന്ന് വെച്ചാൽ നമുക്ക് പി എച്ച് വാല്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ വെള്ളത്തിൻ്റെ എന്ത് കാര്യം പറയുന്ന സമയത്ത് നമ്മൾ പി എച്ച് വാല്യൂയിലാണ് തുടങ്ങേണ്ടത്. പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് അത് എപ്പോഴും 7 to 8.5 ആണ് പി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, 7 ആണ് സാധാരണ രീതിയിൽ നമ്മൾ എടുക്കാറ്. 7 to 8.5 വരെ പി എച്ച് നമുക്ക് പോവാം. പിന്നെ പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 തൊട്ട് അതിൻ്റെ മുകളിൽ എഴുതാല്ലേ, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ. പിന്നെ ഇത് ലിമിറ്റ്, പെർമിസിബിൾ ലിമിറ്റ് എത്ര വരെ നമുക്ക് മാക്സിമം പെർമിറ്റ് ചെയ്യാൻ പറ്റും. 6.5 തൊട്ട് 9.2 വരെയുള്ള വെള്ളം കുടിക്കുന്നതിൽ പ്രശ്നമില്ല.
നമുക്ക് അതിനെ വേണമെങ്കിൽ പി എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഈ ഉള്ളിലേക്കുള്ള പി എച്ച് വരെ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആക്സെപ്റ്റബിൾ വാല്യൂ ഇത്ര എന്ന് പറഞ്ഞിട്ട് പെർമിസിബിൾ ലിമിറ്റ് വെള്ളത്തിൻ്റെ അകത്ത് ഇത്ര വരെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇതിനെ 7 to 8.5 ആ റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റും. അതിലും താഴത്തേക്കോ മുകളിലേക്കോ പോകാണ്ടെന്നാൽ. പിന്നെ നമുക്കറിയുന്നതാണ് വെള്ളത്തിന്റെ ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് 75 milligram per ലിറ്റർ. എല്ലാത്തിൻ്റെയും വാല്യൂ വരുന്നത് milligram per ലിറ്ററിലാണ്. അതാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. പിന്നെ 150 milligram per ലിറ്റർ വരെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ആ ഹാർഡ്നെസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും, 75ലേക്ക് വരെ എത്തിക്കാൻ പറ്റും. ഓക്കെ, അതായത് നേരെ ഇരട്ടി ആയാലും പ്രശ്നമില്ല. 75ന്റെ ഇരട്ടിയാണല്ലോ 150 എന്ന് പറയുന്നത്. അത്ര വരെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതിന്റെ മെയിൻ കാരണം എന്തായിരുന്നു? ഹാർഡ്നെസ്സിന്റെ ഓർമ്മ ഉണ്ടോ? നമ്മളെ കാൽഷ്യം കാർബണേറ്റ് ആയിരുന്നില്ലേ, കാൽഷ്യം കാർബണേറ്റിന്റെ കണ്ടന്റ് കൂടുന്ന സമയത്ത്, അതായത് ലൈം, കാൽഷ്യം കാർബണേറ്റിന്റെ പേരാണ് ലൈം എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുന്ന സമയത്താണ് നമുക്ക് ഹാർഡ്നെസ് കൂടുതലായിട്ട് തോന്നുക. പിന്നെ വെള്ളത്തിന്റെ അകത്ത് സസ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ സോളിഡ് പാർട്ടിക്കിളുടെ അളവ് എത്ര വരെ പോവാന്ന് വെച്ചാൽ 500 milligram per ലിറ്റർ വരെ പോവാം. അതാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ 2000 ആയിക്കഴിഞ്ഞാൽ വരെ പ്രശ്നമില്ല, നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ആ ടോട്ടൽ സോളിഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ള മെഗ്നീഷ്യം, അങ്ങനത്തെ കുറെ മെഗ്നീഷ്യം ക്ലോറൈഡ്സ്, സൾഫേറ്റ്, അങ്ങനത്തെ സാധനങ്ങളുടെ വാല്യൂസ് നോക്കാം. മെഗ്നീഷ്യം എന്ന് പറയുന്നത് 50 milligram per ലിറ്റർ ആണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ. അത് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 100 milligram per ലിറ്റർ വരെ നമുക്ക് പ്രശ്നമില്ല. ക്ലോറൈഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 250 ആണ് ലിമിറ്റ് വരുന്നത്. ലിമിറ്റ് അല്ല, അതിന്റെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ വരുന്നത്. അത് 250ക്ക് പകരം 1000 ആയാലും പ്രശ്നമില്ല, അത് നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള സൾഫേറ്റിൻ്റെ 200 ആണ് പറഞ്ഞിട്ടുള്ളത്. അത് മാക്സിമം 400 വരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റാണ്, പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയും. സൾഫേറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ കാൽഷ്യം വരുന്നത് 75. അതായത് ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഹാർഡ്നെസ്സിനെ പറ്റി ചിന്തിച്ചാൽ കാൽഷ്യം ആണല്ലോ ഹാർഡ്നെസ്സിന് കാരണമാകുന്നത്. സോ 75 milligram per ലിറ്റർ തന്നെയായിരിക്കണം അതിന്റെ വരേണ്ടത്. നമുക്കത് എത്ര വരെ പോവാം? 150 milligram per ലിറ്റർ വരെ നമുക്ക് പെർമിസിബിൾ ലിമിറ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന സിങ്ക്, പിന്നെ കോപ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സിങ്കിന്റെ വാല്യൂ വരുന്നത് 5 milligram per ലിറ്റർ ആണ്, അത് 15 വരെ പോവാം. കോപ്പറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1 milligram per ലിറ്ററേ പാടുള്ളൂ. അതായത് ഇനിയുള്ള സാധനങ്ങളുടെ വാല്യൂസ് കുറഞ്ഞു വരും, നല്ല പാടെ കുറയും. 1 milligram per ലിറ്റർ ആണ് പെർമിസിബിൾ വാല്യൂ എന്ന് വെച്ചാൽ 1.5 milligram per ലിറ്റർ വരെ പോകാൻ പാടുള്ളൂ. ഒരു ഗ്രാം വരെയല്ലേ, മില്ലിഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. കോപ്പർ കഴിഞ്ഞാൽ പിന്നെ അയണിന്റെ കണ്ടന്റ്, ഇരുമ്പിന്റെ അംശം 0.3 milligram per ലിറ്റർ വരെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 milligram per ലിറ്റർ വരെ എത്താം. പിന്നെ മാംഗനീസ്, Mn, അതെന്ന് വെച്ചാൽ 0.1 milligram per ലിറ്റർ ആണ്, 0.5 വരെ പോവാം. പിന്നെ ആർസനിക്, അതിന്റെ 0.2 milligram per ലിറ്റർ വരെ പോകാൻ പാടുള്ളൂ. അതിന് പിന്നെ പെർമിസിബിൾ ലിമിറ്റ് ഒന്നും ഇല്ലാതെ അത്ര വരെ പോകാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ ആർസനിക്, ബിസ്മത്ത് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള കെമിക്കലാണ്. അതിനെ നമുക്കൊന്നും വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതുള്ള പോലെ തന്നെ ഉണ്ടാവും.
അതേപോലെ തന്നെയാണ് ഈ ലെഡ് എന്ന് പറയുന്നത്. ലെഡ് എന്ന് പറയുന്നതും 0.01 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അതിന് നമുക്ക് പെർമിസിബിൾ വാല്യൂ ഒന്നുമില്ല. അതിന്റെ കൂടുതലായാലും കൂടുതലായി കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ്. ഓക്കെ. പിന്നെ ഉള്ളത് നമുക്ക് ഫ്ലൂറൈഡ്സ്. ഫ്ലൂറൈഡ്സിന്റെ വാല്യൂ വരുന്നത് 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ വരെയാണ്. അത് 1.5 വരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മളുടെ ലിമിറ്റ് വരുന്നത്. വെള്ളത്തിൻ്റെ കെമിക്കൽ കമ്പോണൻസിന്റെ ലിമിറ്റ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും, അതുണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഈ ഒരു ലിമിറ്റ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് എഴുതി വെക്കുക. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങളെന്ന് ഓർത്ത് വെക്കുക. ഈ പറയുന്ന pH വാല്യൂ, ഹാർഡ്നെസ്, ടോട്ടൽ സോൾട്സ്, പിന്നെ മെഗ്നീഷ്യം ക്ലോറൈഡ്, സൾഫേറ്റ്, കാൽഷ്യം, സിങ്ക്, കോപ്പർ, അയൺ, മാംഗനീസ്, ആഴ്സനിക്, ലെഡ്, ഫ്ലൂറൈഡ്സ്, ഇതൊക്കെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ്. ഇത്രയും സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പൊല്യൂട്ടൻസ് തന്നെയാണ്. അത്രയും പൊല്യൂട്ടൻസിന്റെ പേരൊന്ന് ഓർത്ത് വെക്കാനും ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. കുറെ വാല്യൂസ് ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ കുറെ വാട്ടർ ബോൺ ഡിസീസസ്, ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് അറ്റൻഡൻസിലേക്ക് നീങ്ങാം.